അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായി രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരത്തിൽ. ആദ്യം അറസ്റ്റ് നടക്കട്ടെ, പിന്നീട് വകുപ്പുകൾ തീരുമാനിക്കാമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ ആരോപിച്ചു. അതിജീവിതയെ അധിക്ഷേപിച്ച സംഭവത്തിൽ 20 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വ്യക്തിവിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതിനെ തുടർന്നാണ് രാഹുൽ ഈശ്വറിനെ കോടതി റിമാൻഡ് ചെയ്തത്. പൂജപ്പുര ജില്ലാ ജയിലിലേക്കാണ് രാഹുൽ ഈശ്വറിനെ മാറ്റിയത്. ജയിലിൽ എത്തിയ ശേഷം രാഹുൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് രാഹുൽ ഈശ്വറിന്റെ നിരാഹാര സമരം. ഒരു നോട്ടീസാണോ ഹാജരാകണം എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു, നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഫുൾ കള്ള കേസാണ്. എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വ്യക്തിവിവരങ്ങൾ പങ്കുവയ്ക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്ത് പോസ്റ്റിട്ടവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. എറണാകുളത്ത് 2ഉം ഇടുക്കിയിൽ 1 കേസുമുണ്ട്. കേരളത്തിലാകെ 20 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.